ഹലോ കഴിഞ്ഞ ആഴ്ച ഗവൺമെന്റ് കോളേജിൽ MSF എജുകോൺ എന്ന് പറഞ്ഞിട്ട് ഒരു കരിയർ ഗൈഡൻസ് ക്ലാസ് വെച്ചിട്ടുണ്ടായി. ആ ഒരു എജു എക്സ്പോന്റെ ഭാഗമായിട്ട് കർണാടക പുത്തൂരിലുള്ള നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോളേജായ പ്രഗതി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ അഡ്മിഷൻ കൗണ്ടർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് വന്നിട്ട് എൻക്വയറി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. +2 സ്റ്റുഡൻസിനെക്കാട്ടും കൂടുതൽ ഉണ്ടായിരുന്നത് 10ാം ക്ലാസ്സിലെ സ്റ്റുഡൻസ് ആയിരുന്നു. അങ്ങനെ കരിയർ ഗൈഡൻസ് നടക്കുന്ന ഹാളിലേക്ക് പോയി നോക്കുമ്പോൾ ഇബ്രാഹിം പള്ളങ്കോട് സ്റ്റുഡൻസിനൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. 10 കഴിഞ്ഞാൽ ഏത് മേഖലയിലേക്ക് പോകണം, +2 കഴിഞ്ഞാൽ ഏത് കോഴ്സ് എടുക്കണം, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ഇത്രയൊക്കെ കോഴ്സുകൾ ഉണ്ടായിട്ട് ഞാൻ എന്തുകൊണ്ട് BCom എടുത്തതാണ് ഞാൻ അപ്പോൾ ചിന്തിച്ചത്. പരിപാടി കോർഡിനേറ്റ് ആക്കാൻ ഉസാറുള്ള പ്രവർത്തകരുണ്ടായതുകൊണ്ട് പരിപാടി സെറ്റ്. അത് മാത്രമല്ല ചീഫ് ഗസ്റ്റ് ആയിട്ട് AI സ്പെഷ്യലിസ്റ്റ് ആയ ഉമർ അബ്ദുൽ സലാം ഉണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ താഴ്ത്തി നോട്ടീസ് കൊടുത്തോണ്ട് ഇത് നമ്മൾ തന്നെ ചങ്ങായി കുറേ വ്ലോഗിൽ ഇടുന്നത് ഇന്നോ രാസമുറാതെ. ഇതാണ് നമ്മളെ കരുത്തനായ നേതാവ് അനസിദ്ധത്തോട് സ്റ്റുഡൻസ് എല്ലാം ഭയങ്കര ടെൻഷനിലുള്ള പോലെ തോന്നുന്നു. ആ ടെൻഷനിൽ ഇബ്രാഹിം സാർ മാറ്റി കൊടുത്തു. അപ്പോഴേക്ക് താ നിൽക്കുന്ന മറ്റൊരു കരുത്തനായ നേതാവ് ഷാനി നെല്ലിക്കട്ട. അങ്ങനെ ഉമർ അബ്ദുൽ സലാം സംസാരിക്കാൻ തുടങ്ങി. ഒരുപാട് കാര്യങ്ങൾ ഈ ഉമർ അബ്ദുൽ സലാം മനസ്സിലാക്കാൻ വേണ്ടി പറ്റി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള വിവരങ്ങളാണ് സ്റ്റുഡൻസിന് അബ്ദുൽ സലാം പറഞ്ഞു കൊടുത്തത്. അങ്ങനെ പുറത്തുപോയി നോക്കുമ്പോൾ നല്ല ഓർലിക്സും ചൂട് പാമ്പരും ഉണ്ടായി. അകിബ്രോ ആരും അറിയാണ്ട് സൈഡിൽ കുടിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് അഡ്മിഷന്റെ കൗണ്ടറിൽ ഇരുന്നിട്ട് ഷോക്കിറാലിറ്റി പോയത്. ആടത്തി നോക്കുമ്പോൾ ആരുമില്ല. ഇതെല്ലാം നമ്മളെ വീഡിയോ നോക്കുന്ന ചങ്ങായിമാർ ഒക്കെ നിന്നൊക്കെ തല വന്ന ജാതി. ഇവരൊക്കെ വലിയ വലിയ പൊസിഷനിലുള്ള ആൾക്കാരാണ്. ഇവരൊക്കെ സംസാരിക്കുന്നുള്ളത് ഇവരുടെ എക്സ്പീരിയൻസ് ആണ്. അതിന്റെ ഇടയിൽ ബസീറിന്റെ പുഷ്പിക്കൽ പരിപാടി നടന്നുകൊണ്ടുണ്ട്. ഇത് ഫവാസ് നമ്മളെ വ്ലോഗ് ഒക്കെ ചങ്ങായാണ്. അങ്ങനെ ലാസ്റ്റ് സമാപന പരിപാടിക്ക് നമ്മുടെ പ്രകൃതി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേരിൽ ഒരു മൊമെന്റും കൂടി കിട്ടിയപ്പോൾ സന്തോഷമായി. ഏതായാലും MSF വെച്ച പരിപാടി സക്സസ് ആയി. അപ്പോൾ മറക്കണ്ട, നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സ് കുറഞ്ഞ ചെലവിൽ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പ്രഗതി ഗ്രൂപ്പിനെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വ്ലോഗിലാണ്. ബൈ.